സഹോദരങ്ങളെ, നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ആരുടെ മുൻപിലാണ്? നിങ്ങൾ കാത്തു നിൽക്കുന്നത് ആരുടെ മുൻപിലാണ്? തിരുവചനത്തിൽ നമുക്ക് വ്യക്തമായി കാണാൻ പറ്റും, നാം വന്നു നിൽക്കുന്നത് ഒരു സിംഹാസനത്തിൻ്റെ മുൻപിലാണ്. ദൈവമേ, അങ്ങയുടെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത്, മാറ്റമില്ലാത്ത ഒരു രാജവാഴ്ചയുടെ മുൻപിലാണ് നാം പ്രാർത്ഥിക്കാൻ മുട്ടുകുത്തിരിക്കുന്നത്. രാജാതിരാജാവും കർത്താതികർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ മുൻപിൽ. പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്ന നിങ്ങൾ അറിയണം, പ്രാർത്ഥിക്കുന്നവർ പരാജയപ്പെടുകയില്ല. ഇന്ന് പകൽ കാത്തിരിക്കുന്ന നിങ്ങൾ അറിയണം, യഹോവയെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല. നിങ്ങൾക്കൊരു വർഷം കാത്തിരിക്കാൻ പറ്റിയെങ്കിൽ നിങ്ങൾ സന്തോഷിക്കണം. നിങ്ങൾ കാത്തു നിൽക്കുന്നത് ഏത് ചെയറിന് മുൻപിലാണ്? ഏത് രാജാവിൻ്റെ മുൻപിലാണ്? ആ രാജാവിൻ്റെ മുഖത്തേക്ക് നോക്കാൻ തിരുവെഴുത്തൊന്ന് തുറക്കണം. തിരുവെഴുത്ത് പറയുന്നു, അവൻ കരുണ നിറഞ്ഞ ദൈവം, കൃപ നിറഞ്ഞ ദൈവം, മനസ്സലിവുള്ള പിതാവ്, ദീർഘക്ഷമയും മഹാദയമുള്ള ദൈവം. നിങ്ങൾ വന്നിരിക്കുന്നത് റൈറ്റ് പ്ലേസിലാണ്. നിങ്ങൾ ഒരിക്കലും ലജ്ജിക്കപ്പെടുകയില്ല. നിങ്ങൾ ഒരിക്കലും തള്ളപ്പെടുകയില്ല. നിങ്ങൾ ഒരിക്കലും മാറ്റി നിർത്തപ്പെടുകയില്ല, ഒറ്റപ്പെടുകയില്ല, അവഗണിക്കപ്പെടുകയില്ല. നിങ്ങൾ വന്നിരിക്കുന്നത് റൈറ്റ് പ്ലേസിലാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ പ്രാർത്ഥനയുടെ മറുപടി വൈകുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നതാണ്. നിങ്ങളുടെ കണ്ണുനീർ ദൈവത്തിൻ്റെ തുരുത്തിയിലുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥന തള്ളിക്കളയുന്ന ദൈവമല്ല. ദൈവമെല്ലാം കുറിച്ചു വയ്ക്കുന്നുണ്ട്. ദൈവമെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രാർത്ഥനയുടെ മറുപടി തക്ക സമയത്ത് വെളിപ്പെടും. ദൈവം കണക്ക് തീർക്കുന്ന ദിവസങ്ങൾ മുൻപിലുണ്ട്. നീതിയോടെ ഭയങ്കര കാര്യങ്ങളാൽ ഉത്തരമരുളുന്നവനാണ് ദൈവം. പ്രാർത്ഥന കേൾക്കുന്നവനാണ് ദൈവം. നിരാശപ്പെടണ്ട. 5 വർഷം പ്രാർത്ഥിക്കാൻ കഴിഞ്ഞോ? സന്തോഷിക്ക്. മറുപടി ശക്തമായിരിക്കും. നിങ്ങൾ മുട്ടുകുത്തിയത്, നിങ്ങൾ പ്രാർത്ഥിച്ചത്, കാത്തിരുന്നത് ജീവനുള്ള ദൈവത്തിൻ്റെ മുൻപിലാണ്. യേശു ജീവനുള്ള ദൈവമാണ്. യേശു മനസ്സലിവുള്ള ദൈവമാണ്. തന്നോട് യാചിക്കുന്നവർക്ക് എത്ര അധികം നന്മ നൽകും. അതെ, നിങ്ങൾ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി അവൻ ചെയ്യും. വിശ്വസിക്ക്. വീണ്ടും പ്രാർത്ഥിക്ക്. മടുത്തു പോകാതെ പ്രാർത്ഥിക്ക്. കാത്തിരിക്ക്. ദൈവം കണക്ക് തീർക്കുന്ന നാളുകൾ മുൻപിലുണ്ട്. അതുകൊണ്ട് ഇന്ന് പകൽ ആരും നിരാശപ്പെടരുത്. ആരും തളർന്നു പോകരുത്, മടുത്തു പോകരുത്. ഏലിയാവ് കർമ്മേൽ പർവ്വതത്തിൽ മുഴങ്കാലിൽ ഇരിക്കുമ്പോൾ അവനൊരു ദൈവശബ്ദം കേട്ടു. ഒരു വലിയ മഴയുടെ മുഴക്കമുണ്ട്. ആ ദൈവശബ്ദം കേട്ടിട്ടാണ് അവൻ പ്രാർത്ഥിക്കുന്നത്. നിങ്ങൾ കേൾക്കുന്നത് വചനമാണ്, ദൈവത്തിൻ്റെ ശബ്ദമാണ്. നിങ്ങൾക്ക് ആശ തരുന്ന ശബ്ദം, നിങ്ങൾക്ക് ഉറപ്പ് തരുന്ന ശബ്ദം. അത് സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന ദൈവശബ്ദമാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഒരു നാളിൽ ലജ്ജിക്കപ്പെടുകയില്ല. പ്രാർത്ഥനയുടെ മറുപടി വരും, ശക്തിയോടെ വരും, പെട്ടെന്ന് വരും, ക്ഷണത്തിൽ, വേഗത്തിൽ, ശീഘ്രത്തിൽ ദൈവം ചെയ്യും. അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുകയാണ്. ദൈവം അത് ചെയ്യും. കുറച്ചുകൂടി പ്രാർത്ഥിക്ക്, വെയിറ്റ് ചെയ്യ്. ദൈവത്തിന് പദ്ധതിയുണ്ട്. നീ ഒരിക്കലും തലകുനിക്കേണ്ടി വരത്തില്ല. നീ നിരാശയോടെ മടങ്ങിപ്പോകേണ്ടി വരത്തില്ല. നീതിയോടെ ഉത്തരമരുളുന്ന രാജാവിൻ്റെ മുൻപിലാണ് നീ നിൽക്കുന്നത്. അതുകൊണ്ട് മടുത്തു പോകാതെ പ്രാർത്ഥിക്കാം. ക്ഷമയോടെ കാത്തിരിക്കാം. വിശ്വാസം മുറുകെ പിടിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.